അവൻ്റെയൊക്കെ ഒടുക്കത്തെ വർഗീയത പത്രം പോലെ എടുത്തു നോക്കാനും വയ്യ. ജാതിക്കളിയിലൂടെ വോട്ട് പിടിക്കുന്ന പുഴുത്ത വാർത്തകൾ. നമ്മുടെ രാജ്യം അങ്ങനെ ആയിപ്പോയി. ജാതിക്കാട് ഇറക്കിയല്ലേ അവിടെ ഇവിടെ ഭരണം പിടിക്കുന്നേ. അതാ അവിടുത്തെ കാര്യം പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരു ജാതികളി നടക്കത്തില്ല. അത് നമ്മൾ സമ്മതിക്കത്തുമില്ല. എന്നിട്ടാണോ ഏതെങ്കിലും ഒരു സമുദായം കൂടുതലുള്ള മണ്ഡലത്തിലും വാർഡിലും അതേ സമുദായത്തിലുള്ള ആളുകളെ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നത്? അല്ലേ തോറ്റു. ആളുകളുടെ ഉള്ളിൽ ജാതിജന്യം ഉണ്ടെന്ന് വെച്ചാ തൊന്നുള്ളമാര് കളിയൊക്കെ കളിക്കുന്നേ. പണ്ടുള്ളവരുണ്ടാക്കി വെച്ച ഓരോ ഏർപ്പാടുകൾ. കുട നന്നാക്കുന്നവന് ഒരു ജാതി, കുട പിടിക്കുന്നവന് വേറൊരു ജാതി. വാസ്തവത്തിൽ ഈ ലോകത്ത് രണ്ട് ജാതി മാത്രമേ ഉള്ളൂ. അത് ആണും പെണ്ണും ഒന്നുമല്ല, ഉള്ളവനും ഇല്ലാത്തവനും. ഉള്ളവരൊക്കെ ഒരു ടീമാണ് പലപ്പോഴും, ഇല്ലാത്തവരെ അവർ ചെതറിയവരാ, ചെതറി കിടക്കുന്നവർ. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ ജാതിക്കളി ഇന്ത്യൻ പൊളിറ്റിക്കൽ ഇൻഡസ്ട്രിയിൽ കൂടി വരുത്തതേ ഉള്ളൂ. എന്താ പൊളിറ്റിക്കൽ ഇൻഡസ്ട്രി എന്നാ? ജനങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ സേവനം ഇൻഡസ്ട്രി എന്നാ? വേണ്ട, അരാഷ്ട്രീയവാദി ആവല്ലേ. ഫസ്റ്റ് ഉള്ളത് പറഞ്ഞാൽ അരാഷ്ട്രീയം. 1000 പേര് ഇരുട്ട് വെളുക്ക കിടന്ന് അധ്വാനിക്കുന്നതിൻ്റെ ഫലം അനുഭവിക്കുന്നതോ ചുണയുള്ള 2-3 പേര്. ഇന്ന് നമ്മുടെ രാജ്യത്തെ ഒന്നാം തരം വ്യവസായം ഈ പൊളിറ്റിക്സാണ്. ആ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ടൂളാ ജാതി എന്ന സ്ഫോടക വസ്തു. എന്ത് ജാതി? എവിടുത്തെ ജാതി? സ്വന്തം ജാതി ഏതെന്നറിയാതെയാ ഇവൻ്റെയൊക്കെ ഓരോ വർഗീയ കളി. എന്തോന്ന് സ്വന്തം ജാതി അറിയാതെ? അതെന്തോന്ന് പറഞ്ഞില്ല. ജാതിയും മതവും പറഞ്ഞ് കളിക്കുന്ന ഒരുത്തനും അവൻ്റെ ശരിക്കുള്ള ജാതിയെന്ന് അറിയില്ല. അവൻ ഏത് ജാതിയാണെന്ന് വാസ്തവത്തിൽ അവൻ്റെയൊക്കെ തള്ളമാർക്കേ അറിയൂ. വർഗീയതയ്ക്കെതിരെ ഇതിലും വലിയ മെസ്സേജ് സ്വപ്നങ്ങളിൽ മാത്രം.